ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചു. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. വാളയാർ പീഡനത്തിനിരയായ കുട്ടികളുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് കൊടിയേറി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോൾ ആദ്യ സെമിയിൽ ഇന്ന് ഗോവ ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ ആരംഭിച്ചു. ബിൽ ചർച്ച ചെയ്യുന്നതിന് 8 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ബിജെപിയും കോൺഗ്രസും എംപിമാർക്ക് വിപ്പ് നൽകിയിരുന്നു. രാജ്യത്തെ എല്ലാ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും സാധാരണക്കാർക്കും ബില്ലിലൂടെ ഗുണം ലഭിക്കുമെന്ന് ബിജെപി എംപി ജഗദാംബിക പാൽ പ്രതികരിച്ചു. വഖഫ് ഭേദഗതി ബില്ലിനെ INDI സഖ്യത്തിനൊപ്പം നിന്ന് ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ബില്ലിനെ എതിർക്കുമെന്നും നിയമപരമായി നേരിടുമെന്നും മുസ്ലിം ലീഗും CPIMഉം അറിയിച്ചു. അതേസമയം വഖഫ് ഭൂമി ദുരുപയോഗം തടയുന്നതിനാണ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതെന്ന് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ 3ാം വട്ട ചർച്ച നടത്തും. നാളെ വൈകുന്നേരം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്താണ് ചർച്ച. CITU, INTUC തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി മന്ത്രി വീണ ജോർജ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേരാണ് സമരപന്തലിലെത്തുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നും സമരപന്തലിലെത്തിയിരുന്നു. വാളയാർ പീഡനത്തിന് ഇരയായ കുട്ടികളുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. CBI വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഹർജി തീർപ്പാക്കും വരെ ഇരുവർക്കുമെതിരെ നടപടി പാടില്ലെന്നും കേസിൽ വേനലവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി. കൊച്ചിയിലെ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയതെന്ന് CBI വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. പാലക്കാട് RSS നേതാവ് KS ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ 10 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് V രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, SDPI പ്രവർത്തകരാണ് പ്രതികൾ. കൊച്ചി വാട്ടർ മെട്രോ അടുത്ത തിങ്കളാഴ്ച മുതൽ ഏലൂരിലേക്ക് മറ്റൊരു സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി P രാജീവ്. ഏലൂർ ചേരാനല്ലൂർ റൂട്ടിൽ ഹൈക്കോടതി ജംഗ്ഷനിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് പുതുതായി ലഭിച്ച 19ാമത്തെ ബോട്ട് ഇതിനായി ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വനാവകാശ രേഖ ലഭിച്ച 29,821 കുടുംബങ്ങൾ ഉൾപ്പെട്ട വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചതായി മന്ത്രി K രാജൻ. തൃശൂരിലെ ഒളകര ഉന്നതിയിൽ വനാവകാശ രേഖ ലഭിച്ചവരുടെ സംഗമത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. കുടുംബങ്ങൾക്ക് രേഖകൾ ലഭ്യമാക്കാൻ നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ മന്ത്രി അഭിനന്ദിച്ചു. വയനാട് കൽപ്പറ്റയിൽ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കും. സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും. CCTV ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട കഴകം ജീവനക്കാരൻ ബാലു രാജിവെച്ചു. ഇന്നലെ ദേവസ്വം ഓഫീസിലെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. വ്യക്തിപരമായ കാരണത്താൽ രാജിവെക്കുന്നുവെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം ബാലു രാജിവെച്ച സാഹചര്യത്തിൽ റാങ്ക് പട്ടികയിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് നിയമനം നൽകുമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് അറിയിച്ചു. റാങ്ക് പട്ടികയിൽ ഈഴവർ ഇല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായി റിക്രൂട്ട്മെന്റ് നടത്തുമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിക്കെതിരായി പോരാടാൻ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ, കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ ലഹരിക്കെതിരെ 1000 ഗോൾ പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെ വൈകുന്നേരം മാനാഞ്ചിറ സ്ക്വയറിൽ നടക്കുന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ നടത്തുന്ന സമ്മർ ക്യാമ്പിനോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ കുറഞ്ഞ നിരക്കിൽ 11 കായിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വേനൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കോച്ചിംഗ് ക്യാമ്പ് നാളെ ആരംഭിച്ച് മെയ് 23 അവസാനിക്കും. ജില്ലയിൽ 7 കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ക്യാമ്പിൽ 15 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക. പരിചയസമ്പന്നരും പ്രശസ്തരുമായ കായിക താരങ്ങളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് കൌൺസിൽ സർട്ടിഫിക്കറ്റ് നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 10 രാത്രി പള്ളിവേട്ടയും 11 ആറാട്ടും നടക്കും. ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങളിൽ ആദ്യത്തേതാണ് പൈങ്കുനി ഉത്സവം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കൊടിക്കൂറ പൂജയ്ക്കും കൊടിയേറ്റ ചടങ്ങുകളോടെയുമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി ഉത്സവത്തിന് തുടക്കമായത്. ഇന്ന് രാത്രി 8:30 സിംഹാസന വാഹനത്തിൽ ഉത്സവ ശ്രീബലി നടക്കും. ഈ മാസം 9 വരെ ഉത്സവ ശ്രീബലി എഴുന്നള്ളത്ത് തുടരും. ഈ മാസം 10 ഗരുഡവാഹനത്തിൽ പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. സുന്ദരവിലാസം കൊട്ടാരത്തിനു മുന്നിൽ തയ്യാറാക്കുന്ന വേട്ടക്കളത്തിലാണ് പള്ളിവേട്ട. ഈ മാസം 11 വൈകിട്ട് 5 പടിഞ്ഞാറേ നടവഴി ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കും. ശംഖുമുഖം ആറാട്ടുകടവിലെ പൂജകൾക്ക് ശേഷം വിഗ്രഹങ്ങളെ സമുദ്രത്തിൽ ആറാടിക്കും. ശബരിമലയിൽ പൈങ്കുനി ഉത്രമുത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റ് നടന്നു. തന്ത്രിമാരായ കണ്ഠര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ. ഈ മാസം 11 പമ്പയിൽ ആറാട്ട്. അന്ന് വൈകുന്നേരം സന്നിധാനത്ത് കൊടിയിറക്ക് നടക്കും. വിഷുപൂജകൾക്കായി ഈ മാസം 18 വരെ നട തുറന്നിരിക്കും. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമായി. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തി. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. മണിക് സർക്കാർ അധ്യക്ഷനായി. CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ വിവിധ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 6 വരെ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ 80 നിരീക്ഷകരടക്കം 800-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് ഗോവ ബംഗളൂരുവിനെയും നാളെ മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെയും നേരിടും. ഈ മാസം 12 ഫൈനൽ. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യത. അതേസമയം കനത്ത ചൂടും ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയും രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. മൂന്നാറിൽ അൾട്രാ വയലറ്റ് സൂചിക 10ഉം കൊട്ടാരക്കര, കോന്നി, പൊന്നാനി എന്നിവിടങ്ങളിൽ അൾട്രാ വയലറ്റ് സൂചിക 8ഉം രേഖപ്പെടുത്തി. വേനൽ മഴ ലഭിച്ചതോടെ കാർഷിക ജോലികൾ സജീവമാക്കി ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിലെ കർഷകർ. കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വേനൽ കനക്കുന്നത് വട്ടവടയിലെ കർഷകരിൽ ആശങ്കയുയർത്തുന്ന കാര്യമാണ്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് വേനൽക്കാലത്തെ കാർഷിക ജോലികൾക്ക് തടസ്സമാകുന്നതാണ് പതിവ്. വേനൽ മഴയ്ക്ക് ശേഷം പരമ്പരാഗത രീതിയിൽ ഉഴവുമാടുകളെ ഉപയോഗിച്ച് മണ്ണിളക്കി കൃഷിജോലികൾ ആരംഭിക്കുന്ന കാഴ്ച വട്ടവടയുടെ തനത് ദൃശ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. വെളുത്തുള്ളിയുടെയും വിവിധയിനം പച്ചക്കറികളുടെയും കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ കൃഷിയിറക്കുന്ന പച്ചക്കറി ഇനങ്ങളിൽ ഒട്ടുമിക്കതും 3 മുതൽ 4 മാസങ്ങൾക്കുള്ളിൽ വിളവെടുപ്പിന് പാകപ്പെടും. ചൂട് കനക്കുകയും വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. സംഭരണശേഷിയുടെ പാതിയിൽ താഴെ മാത്രം വെള്ളമാണ് ഇടുക്കിയിലുള്ളത്. 2351.54 അടിയാണ് അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചു. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. വാളയാർ പീഡനത്തിന് ഇരയായ കുട്ടികളുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് കൊടിയേറി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോൾ ആദ്യ സെമിയിൽ ഇന്ന് ഗോവ ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.